നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ജൂൺ മാസത്തിൽ ശ്രീലങ്കയിൽ നടക്കുന്ന ട്രൈ സീരീസിലുള്ള ഇന്ത്യ എ ടീമിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ തിലക് വർമ്മയാണ്, വൈസ് ക്യാപ്റ്റൻ റിയാൻ പരാഗാണ്. അപ്പോൾ ഇതിൽ ഈ ട്രൈ സീരീസിൽ ശ്രീലങ്ക എയും ഇന്ത്യ എയും അഫ്ഗാനിസ്ഥാൻ എയുമാണ് കളിക്കുന്നത്. ലിമിറ്റഡ് ഓവർ ട്രൈ സീരീസ് കഴിഞ്ഞാൽ ഇന്ത്യ എക്ക് 2 മൾട്ടി ഡേ മാച്ചസ് ശ്രീലങ്ക എയുമായിട്ട് കളിക്കാനുണ്ട്. ഏതായാലും റെഡ് ബോൾ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ പിന്നീട് പ്രഖ്യാപിക്കും. ഇപ്പോൾ വൈറ്റ് ബോൾ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എ ടീമിൽ തിലക് വർമ്മ ക്യാപ്റ്റൻ, മറ്റ് താരങ്ങൾ പ്രിയാൻ ഷാരിയ, വൈഭവ് സൂര്യവംശി, റിയാൻ പരാഗ് വൈസ് ക്യാപ്റ്റൻ, ആയുഷ് ബദോനി, നിഷാന്ത് സിന്ധു, ഹർഷ് ദ്യൂബെ, സൂര്യാൻ ഷെഡ്ഗെ, പ്രഭ്സിമ്രാൻ സിംഗ്, കുമാർ കുഷാഗ്ര, വിപ്രാജ് നിഗം, യാഷ് താക്കൂർ, യുദ്ധ്വീർ സിംഗ്, അൻഷുൽ കമ്പോജ്, അർഷദ് ഖാൻ എന്നിവരാണ് സ്ക്വാഡിലുള്ളത്. ഇപ്പോൾ IPL മിന്നി തിളങ്ങി നിൽക്കുന്ന താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ മത്സരം വരുന്നത് ജൂൺ 9 ഇന്ത്യ എയും ശ്രീലങ്ക എയും തമ്മിൽ ഏറ്റുമുട്ടും. പിന്നീട് ജൂൺ 11 ഇന്ത്യ എ അഫ്ഗാനിസ്ഥാൻ എയുമായിട്ട് കളിക്കുന്നുണ്ട്. അതിനുശേഷം ജൂൺ 15 ഇന്ത്യ എ ശ്രീലങ്ക എയുമായിട്ട് കളിക്കും. ജൂൺ 17 ഇന്ത്യ എയും അഫ്ഗാനിസ്ഥാൻ എയും തമ്മിൽ വീണ്ടും കളിക്കും. അതിനുശേഷം 21 ഇതിൻ്റെ ഫൈനൽ മത്സരമുള്ളത്. ഏതായാലും യുവതാരങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ലഭിക്കുന്നത്. വൈഭവ് സൂര്യവംശി ഇന്ത്യ എ ടീമിലേക്ക്, അതോടൊപ്പം തന്നെ ഇപ്പം CSKക്കൊക്കെ മികച്ച പ്രകടനം നടത്തുന്ന അൻഷുൽ കമ്പോജ് ഈ ഒരു സ്ക്വാഡിലുണ്ടെന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും മികച്ച പ്രകടനം നടത്താൻ യുവതാരങ്ങൾക്കൊക്കെ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുക.